ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ റയർ ഡെൽസും അതുപോലെ തന്നെ ഞാൻ ഫോർ ആംസിനും എന്താ ചെയ്യണേ എന്നുള്ള കാര്യത്തിൽ പറയാം. ഇന്ന് എനിക്ക് ബാക്ക് ഡേ ആണ്. ഞാൻ സിംഗിൾ മസിലാണല്ലോ ഇപ്പോൾ ട്രെയിൻ ചെയ്യണേ. ബട്ട് ഷോൾഡേഴ്സിന് ഞാൻ റെഡ് ഡെൽറ്റ് അടിക്കും. ചില സമയത്ത് ബാക്കിൻ്റെ ഒപ്പം ഞാൻ റെഡ് ഡെൽറ്റ് ഫിനിഷ് ചെയ്യും. രണ്ട് നാല് സെറ്റ്. അപ്പോൾ ബാക്ക് തീർത്ത് ഞാൻ റെഡ് ഡെൽറ്റ്സ് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യണം എന്നുള്ള ആസ്പെക്ട് ഞാൻ പറഞ്ഞുതരാം. ബാക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടുണ്ട്. സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യണത്. പക്ഷെ ചെറിയ വർക്കൗട്ടും സെറ്റ്സിലും ഭയങ്കര വേരിയേഷൻ വരുത്തിയിട്ടുണ്ട് ഞാൻ. റെഡ് ഡെൽറ്റിക്ക് മൂവ് ഓൺ ചെയ്യാണ്. റെഡ് ഡെൽറ്റ് ഞാൻ പറഞ്ഞ പോലെ ബാക്കിൻ്റെ ഒപ്പം ചെയ്യാറുണ്ട്, ഷോൾഡേഴ്സിൻ്റെ ഒപ്പം ചെയ്യാറുണ്ട്. കുറച്ച് വീക്കർ ഗ്രൂപ്പ് ഓഫ് മസിലാണ് എന്ന് കുറച്ച് പേര് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യണത് പെക്ക് ഡെക്കിൽ റിവേഴ്സ് ഫ്ലൈ ആണ്. ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് കുറച്ചിട്ടും മോർ നമ്പർ ഓഫ് റെപ്സിന് റെഡ് ഡെൽറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി വോളിമസ് ട്രെയിനിങ് ആണ് റെഡ് ഡെൽറ്റിൻ്റെ ബെനിഫിഷ്യലായി തോന്നണത്. സോ അതിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം കുറച്ച് കാലത്തേക്ക്. ഒരു 2 സെറ്റ്സ് അല്ലെങ്കിൽ 3 ഹാർഡ് സെറ്റ്സ് ആണ് ഫോളോ ചെയ്യാൻ പോണത്. അതിൽ കുറച്ച് പാറ്റേൺസ് പറഞ്ഞുതരാം. ഇത് പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാർ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഒരു കാല് ബാക്കിലേക്ക് വെച്ചിട്ട് കുറച്ചും കൂടി വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റുമവർക്ക്, അങ്ങനെ ആ മൂവ്മെൻ്റ് ആകുമ്പോൾ. ഞാൻ ഇപ്പോൾ നോക്കിയാലും സ്റ്റേബിളായിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യാറ്. റെഡ് ഡെൽറ്റ് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ. 25 kgs ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് കുറവാണ്. മോർ നമ്പർ ഓഫ് റെപ്സാണ് ഞാൻ ഇതിൽ എയിം ചെയ്യണം. ഈ ഒരു അപ്രോച്ച് എനിക്കിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് സ്ലൈറ്റ്ലി. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണു. പിന്നെ മൂവ്മെൻ്റ് എപ്പോൾ നോക്കിയാലും ഞാൻ ഈ ഒരു ആംഗിൾ വരെ കൊണ്ടുവരാറുള്ളൂ. ഇതിന് പിന്നോട്ട് ഞാൻ ഒരിക്കലും പോകാറില്ല. സ്ലോ ആൻഡ് കൺട്രോൾഡ്. അതുപോലെ തന്നെ ഇവിടെ വരെ വരും, സ്ക്വീസ് ചെയ്യും, പിന്നെയും തിരിച്ചു പോകും. അതാണ് നമ്മളിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണം. കാണിച്ചു തരാം. രണ്ട് സെറ്റ് റിവേഴ്സ് ഫ്ലൈ ചെയ്തു. ഞാൻ അതിൽ സിംഗിളായിട്ടും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഷോൾഡർ ഡേന് അല്ലെങ്കിൽ ബാക്ക് ഡേന്. ഇനി നമ്മൾ റോപ്പിലേക്കാണ് പോണത്. നോക്കിയാൽ എൻ്റെ കറക്റ്റ് ഹൈറ്റിനനുസരിച്ചാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് കറക്റ്റ് മൂവ്മെൻറ്റിലേക്ക് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ എൽബോനെ ഫുള്ളായിട്ട് ലോക്ക് ഔട്ട് ചെയ്യണ്ട. അതിൻ്റെ ഒരു 3/4 എത്തുമ്പോൾ നിങ്ങൾ വീണ്ടും പുൾ ബാക്ക് ചെയ്താൽ മതി. ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്യുക, എന്നിട്ട് കൊണ്ടുപോകുമ്പോൾ അത്രയ്ക്കും സ്ലോ ആയി കൊണ്ടുവന്നിട്ട് എൽബോനെ ലോക്ക് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ടെൻഷനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. 10 to 12 reps ആകുമ്പോഴേക്കും റെഡ് ഡെൽറ്റ്സ് വിൽ ബി ഓൺ ഫയർ. ഇതും ഒരു 2 sets പെർഫോം ചെയ്യുക. മജോറിറ്റി നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ നമുക്ക് ഓബിയസ്ലി റെഡ് ഡെൽറ്റ് ടാർഗറ്റ് ആവും. പക്ഷെ എന്നാലും ഐസൊലേഷൻ വർക്ക് നീഡഡ് ആണ്. ബിഗിനേഴ്സൊക്കെ എന്തായാലും റെഡ് ഡെൽറ്റ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. ഷോൾഡേഴ്സിനും റൗണ്ട്നെസ്സിനും ആ ഒരു 3D ലുക്ക് കൊണ്ടുവരാൻ റെഡ് ഡെൽറ്റ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മസിൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യാം. റെഡ് ഡെൽറ്റ് കഴിഞ്ഞു. ഇനി എൻ്റെ ഫോർ ആംസിൻ്റെ ട്രെയിനിങ്ങിലേക്ക് വരാം. ഇപ്പം ഞാനൊരു പുതിയ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ എന്താ, ലൈക്ക് റിവേഴ്സ് കേൾ പോലെ തന്നെ ബട്ട് സ്ട്രെയിറ്റ് ബാറിൽ നമ്മൾ കേബിളിൽ പെർഫോം ചെയ്യും. വെയിറ്റ് ചെറിയ വെയിറ്റ് 20 കിലോയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈഗോ അല്ല, ഇവിടെ ഫോം കറക്റ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് പുഷ് ചെയ്യും. എനിക്കിപ്പോൾ അത്ര ഇപ്പോൾ കഷ്ടി പറ്റുന്നുള്ളൂ. ലൈക്ക് അത്രയ്ക്കും
ഗ്രിപ്പ് ടൈറ്റൻ ആണ് ഫോർ ആംസിക്ക് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. മൂവ്മെന്റ് ചെയ്യുമ്പോൾ പിന്നെ ഗ്രിപ്പ് ഹുക്കായിട്ട് പിടിക്കില്ലേ നമ്മൾ ബാക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ, അങ്ങനെ പിടിച്ചിട്ട് പൊന്തിക്കുക. എൻ്റെ ടൈം ഫോർ ആംസ് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക ത്രൂ ഔട്ട് ദ മൂവ്മെന്റ്. അപ്പം എനിക്ക് നല്ല രീതിയിൽ ഫോർ ആംസ് ടാർഗറ്റ് ആവുന്നുണ്ട്. ഈവൻ ദോ ഇത് ചില ഒരു ആംഡേന് പെർഫോം ചെയ്യും, ബട്ട് ഞാൻ പിന്നെ ബാക്ക് ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. ഒരു 3 സെറ്റ്സ് പറഞ്ഞ പോലെ വെയിറ്റ് 25 kgs ആണ്. ഈഗോ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പെർഫെക്ഷൻ. ഞാൻ കാണിച്ചു തന്ന ഫോർ ആമിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ആയിരുന്നു. അതൊരു 3 സെറ്റ്സ് പെർഫോം ചെയ്യും. റെപ്പ് റേഞ്ച് സ്ലോലി എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യുക. നെക്സ്റ്റ് സാം സുലേഖിൻ്റെ സാധാ ഗേൾ ഉണ്ടല്ലോ, അയാളാണ് അദ്ദേഹം ചെയ്തിട്ടാണ് അത് ഫേമസ് ആയ. അതൊരു 3 സെറ്റ്സ്, ടോട്ടൽ 6 സെറ്റ്സ്. ഇങ്ങനെ ഞാനൊരു 3 to 4 ടൈംസ് അടിക്കും. ഇപ്പം ചെയ്യാൻ പോണ മൂവ്മെൻറ്റും പിന്നെ നോർമലായിട്ടുള്ള നിങ്ങളുടെ മെഷീൻ ഉണ്ടാവുമല്ലോ, ഫോർ ആം മെഷീൻ എല്ലാ ജിമ്മിലും ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഓൾട്ടർനേറ്റ് ചെയ്തടിക്കും. മറ്റേത് കോൺസ്റ്റൻ്റ്. അപ്പോൾ ആ ഒരു പുതിയ മൂവ്മെൻറ്റ് കാണിച്ചു തന്നത്. സോ 2 exercises 3 sets each 6 സെറ്റ്സ്. വീക്കിലി ഒരു 3 to 4 ടൈംസ് ചെയ്യും ഞാൻ ഫോർ ആംസ്. ഫോർ ആംസ് എനിക്ക് അത്രയും വലുതാവണം, ഒരു സീനും ഇല്ല. എനിക്ക് എത്ര ഗ്രോ ആയാലും കുഴപ്പമില്ല. പോസിങ് ചെയ്യാം, ഇന്ന ടൈമുണ്ട്. ബാക്ക് അത്യാവശ്യം ഗ്രോ ആവുന്നുണ്ട്. എനിക്ക് പോസിങ്ങിൽ അത്യാവശ്യം വർക്ക് ചെയ്യാണ്ട്, കാരണം ഉള്ള മസിൽസിനെ ഒന്നുകൂടി നന്നായി ഡിസ്പ്ലേ ചെയ്യാൻ, അതായത് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ നീഡ് ടു വർക്ക് മോർ ഓൺ പോസിങ്. അപ്പം ഞാൻ ഒരു എക്സ്റ്റെൻഡ് വരെ ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാണിച്ചു തരാം. റയർ ഡെൽറ്റും ഫോർ ആംസും ഇതിനൊക്കെ അനുസരിച്ച് വീഡിയോ ഇറക്കണോ ചിലർ ചിന്തിക്കണ്ടാവും. ഇനീഷ്യൽ സ്റ്റേജസിലെ എല്ലാവരും ഒരു 70% ആൾക്കാരും സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മസിലാണ് റയർ ഡെൽറ്റ്സ്. കാരണം കുറേ പേരൊക്കെ മിറർ കോൺഷ്യസാണ്. മിററിൽ നോക്കിയിട്ട് എന്താണോ വിസിബിൾ ആയിരുന്നത് അതിനെ ട്രെയിൻ ചെയ്യാനുള്ള ആസ്പെക്ട്. എനിക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് ഒരു നോളേജും അതുപോലെ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓവർ ദി ഇയേഴ്സ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് നെഗ്ലക്റ്റിംഗ് റയർ ഡെൽറ്റ്സ്. നിങ്ങൾ എന്തായാലും ട്രെയിൻ ചെയ്യണം റയർ ഡെൽറ്റ്സിനെ. ഭയങ്കര ബെനിഫിഷ്യൽ ആവും നിങ്ങളുടെ ഓവറോൾ ഫിസിക്കിന്. ഫോർ ആംസും നിങ്ങൾ കണ്ട പോലെ കുറച്ച് വോളിയമസ് ട്രെയിനിങ് ആണ്. എൻ്റെ ഒരു ഫിസിക്കിന്, എൻ്റെ ഒരു റിക്കവറിക്കും അതൊരു ഡെട്രിമെൻ്റൽ ആവുന്നില്ല. ഞാൻ എപ്പോൾ നോക്കിയാലും പറയുന്നത് എനിക്ക് വർക്കാവുന്ന ആസ്പെക്റ്റോളാണ്. അതിൽ നിന്ന് നിങ്ങൾ ഐഡിയ എടുത്തിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ എല്ലാ സ്ട്രക്ചേഴ്സിനെയും ഫ്രെയിം ഔട്ട് ചെയ്യുക. സോ ഈ വീഡിയോയിൽ ഇത്രേ പറയാണ്ടായിരുന്നുള്ളൂ. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. സ്റ്റേ സ്ട്രോങ്.